നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ വെല്ലുവിളിക്കുകയാണോ? അത് കൃത്യമായി ചോദ്യം പോലെ ചോദിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇദ്ദേഹം ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയൊക്കെ വിരട്ടുന്ന മാത്രയ്ക്ക് അത്രയും തലയെടുപ്പുണ്ടോ? അതിന് മാത്രമുള്ള ചങ്കുറപ്പുണ്ടോ? ഇല്ലേ ഇല്ല. അമിത്ഷാ വെറുമൊരു മന്ത്രി മാത്രമാണ്. പ്രധാനമന്ത്രിയേക്കാൾ മുകളിലാണ് ജുഡീഷ്യൽ പവർ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്. പ്രധാനമന്ത്രി പാനൽ അംഗമാണ്. എങ്ങനെയാണ് ഒരു ആഭ്യന്തരമന്ത്രി പാനൽ അംഗമായി കടന്നുകൂടിയത്? വലിഞ്ഞു കയറി വന്നതാണോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് പാനലിൽ അംഗമാകേണ്ടിയിരുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭരണഘടനാ നടപടികൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ പ്രധാനമന്ത്രിയായ മോദി എന്ന് തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വെല്ലുവിളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ തീർത്തും വില കൽപ്പിക്കാതെ ഭരണഘടനയെ എല്ലാ രീതിയിലും വക്രിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ പരിപാടി പ്രതിപക്ഷം തകർക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ആദ്യ ഡോസാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അണിനിർത്തി ഇന്ത്യ മുന്നണി കൊടുത്തത്. അതിൻ്റെ രണ്ടാമത്തെ ഡോസ് ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വൻ അഴിമതിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പരാതി സുപ്രീം കോടതിയിൽ ഒന്നിന് പിറകെ ഒന്നായി കെട്ടിക്കിടക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടും അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുന്ന ദിവസത്തിന് മുമ്പ് തന്നെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഏകാധിപതിയായി മാറാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. നരേന്ദ്രമോദിക്ക് അമിത്ഷാ വലിയ ആളായിരിക്കും, പക്ഷേ കോൺഗ്രസിനൊരു ചുക്കുമല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ അമിത്ഷായോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു, ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ്, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഭയന്നില്ല, പിന്നെയല്ലേ രാഹുൽ ഗാന്ധി എന്ന്. അമിത്ഷാ ചെറുതായിരുന്നപ്പോൾ ആരുമല്ലായിരുന്നല്ലോ. അന്ന് പിന്നെ ഇന്ദിരാഗാന്ധിയെ ഭയമില്ല എന്ന് പറയുന്ന എന്ത് ബാലിശമായ ചോദ്യമാണ്. ആരായിരുന്നു ഇന്ദിരാഗാന്ധി? 15 കൊല്ലം ഈ രാജ്യം ഭരിച്ച ഏറ്റവും ഊർജ്ജസ്വലയായ വനിതാ നേതാക്കളിൽ ഒരാൾ, ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തി. നരേന്ദ്രമോദി ഇപ്പോഴും 15 കൊല്ലമായിട്ടില്ല. അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ ഏത് നിമിഷവും ഘടകകക്ഷികൾ വിചാരിച്ചാൽ പറ്റും. അതല്ലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണം. 3 തവണയും കേവല ഭൂരിപക്ഷം നേടിയെടുത്തുകൊണ്ടുള്ള ഭരണം. നരേന്ദ്രമോദി ഇനിയും ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് അടിയുറപ്പോടെ നിൽക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി ഈ വിധിയെ റദ്ദാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് കൃത്യമായ കീഴ്വഴക്കം കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അമിത്ഷാ പാനലിൽ നിന്നും പുറത്താക്കപ്പെടണം. അതാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒത്തൊരുമിച്ച തീരുമാനം. അതിന് വഴങ്ങിയില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ നിയമനം അത് അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് ബഹിഷ്കരിക്കും. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമാക്കാൻ സമ്മതിക്കുകയുമില്ല. തെരഞ്ഞെടുപ്പ് നടത്താൻ ഒട്ടും അനുവദിക്കുകയുമില്ല. അവിടെ കോടതിയുടെ നിഷ്കർഷം ഉണ്ടായിരിക്കും.